അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി തആല അമ്മാ ബഅദ്. ഇർഷാദുൽ ഇബാദ് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ് സംസാരിച്ചു കൊണ്ടുവരുന്നത്. ഇനി സുജൂദുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് ഇനി പറയാനുള്ളത്. സുജൂദ് നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഫർളാണ്. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദുൻ. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂദിലായിരിക്കുകയാണ്. ഫഅക്സിറു ദുആ ഫീഹി, അതുകൊണ്ട് നിങ്ങൾ ആ സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കണമെന്നാണ്. അപ്പോൾ സുജൂദ് എന്നുള്ളത് തൻ്റെ നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനിക്ക് ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാകുന്ന മുഖം നിലത്ത് വെച്ചിട്ട് സാഷ്ടാംഗം നമിക്കുന്ന ആ രീതി വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, ഫർളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സുജൂദ് അതിൻ്റെ ശരിയായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി സുജൂദിലെ തസ്ബീഹും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയോ സമയമുണ്ടാവുകയോ ഒക്കെ ചെയ്താൽ കൂടുതൽ ദുആ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം ഇമാമിന്, പൊതുജമാഅത്തിൻ്റെ ഇമാമിന് ആ പറയപ്പെട്ട 3 തസ്ബീഹിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ അനുവാദമില്ല. ദുആ നീട്ടാനൊന്നും പാടില്ല. പിന്നെ മറ്റു ദുആകൾ കൊണ്ടുവരാൻ പാടില്ല. അതേസമയം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനിക്കും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളിലും ഒക്കെ നമുക്ക് എന്താക്കാം, ദീർഘമായ നിലയിൽ സുജൂദിൽ കിടന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ സാമീപ്യം കരസ്ഥമാക്കാൻ, അള്ളാഹുവിനോട് അടുക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ആ സുജൂദ് മുതലെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ സുജൂദ് ചെയ്യാനുള്ള സൗഭാഗ്യം കിട്ടിയതിൻ്റെ പേരിൽ വീണ്ടും നമ്മൾ സുജൂദ് ചെയ്യുന്നു. അങ്ങനെ 2 സുജൂദ് ഒരു റക്അത്തിൽ നമ്മൾ നിസ്കാരത്തിലൊക്കെ ഉണ്ട്. ഒരു സുജൂദ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഹിക്മത്താണ് ഞാൻ പറയുന്നത്. സുജൂദ് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തന്നു. എത്രയോ ആൾക്കാർ അള്ളാഹുവിന് സുജൂദ് ചെയ്യാതെ ധിക്കരിച്ച് നടക്കുന്നവരുണ്ട്. ഇബ്ലീസും ഒരു സുജൂദിൻ്റെ പേരിലാണ് പുറത്തായി പോയത്. അപ്പോൾ ഇബ്ലീസിനൊക്കെ ഏറ്റവും ശുണ്ഠി പിടിക്കുന്ന, ഏറ്റവും അടിമകളോട്, മുഅ്മിനീങ്ങളോട്, അള്ളാഹുവിൻ്റെ സ്നേഹനിധികളായ അടിമകളോട് ദേഷ്യമുണ്ടാകുന്ന ഒരു കാര്യമാണ് സുജൂദ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എത്രയോ തവണ ഹദീസിലൊക്കെ നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ റക്അത്തുകൾ വർദ്ധിപ്പിക്കുക, നിസ്കാരം വർദ്ധിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഏതായാലും പിന്നെ വളരെ പ്രധാനപ്പെട്ട ആ സുജൂദിൻ്റെ സുന്നത്തുകളാണ് ഇനി പറയാനിരിക്കുന്നത്. നിസ്കാരത്തിൽ ഫർദായ സുജൂദിന് പുറമെ തിലാവത്തിൻ്റെ സുജൂദുണ്ട്, സഹുവിൻ്റെ സുജൂദുണ്ട്, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ പുറത്ത് ശുക്റിൻ്റെ സുജൂദുണ്ട്. എന്തെങ്കിലും നമുക്ക് നിഅമത്തുകൾ കിട്ടിയാൽ അള്ളാഹുവിന് നന്ദി എന്നോണം നമ്മൾ സുജൂദ് ചെയ്യാറുണ്ട്. ഈ സുജൂദുകൾക്കൊക്കെയുള്ള സുന്നത്തുകൾ തന്നെയാണ് പറയുന്നത്. എല്ലാ സുജൂദിനും ഈ സുന്നത്തുകളൊക്കെ ബാധകമാണ്. അപ്പോൾ ഞാൻ കിതാബിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വളുഉ റുക്ബതൈഹി മുതഫർരിഖതൈനി ബിഖദ്രി ശിബ്രി. കൂട്ടത്തിൽ മനസ്സിലാക്കുക, നിസ്കാരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫർദ് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഖിയാം ദീർഘിപ്പിക്കലാണ് നല്ലത്. സുജൂദ് പ്രത്യേകം ദീർഘിപ്പിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അതിൽ കുറേ ദുആ ചെയ്യേണ്ടുന്ന, അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്ന സമയമാണെങ്കിലും ഒരാൾക്ക് നിസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഖിറാഅത്ത് കൊണ്ട് ശുഗലായിട്ട് അവൻ്റെ ഖിയാം നീട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നൃത്തത്തിൽ കുറേ വലിയ സൂറത്തുകളൊക്കെ ഓതിയിട്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഖിറാഅത്താണല്ലോ, ഖുർആനാണല്ലോ. അപ്പോൾ ഖുർആനാകുന്ന ദിക്റിന് മേലെ എന്തില്ല, ഒരു തസ്ബീഹും ദിക്റും ഒന്നും നിൽക്കൂല എന്നതുകൊണ്ട് ഖിറാഅത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള നിലയിൽ പിന്നെ കൂടുതൽ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ, വലിയ ഖിറാഅത്തുകൾ സൂറത്തുകളൊക്കെ അറിയുന്നവർ അത് നൃത്തത്തിൽ ദീർഘിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് നിസ്കരിക്കുന്നതാണ് നല്ലത്. അതേസമയം അല്ലെങ്കിൽ പിന്നെ എന്താണ്, റുക്കൂയിലും സുജൂദിലും ഒക്കെ തസ്ബീഹ് ദീർഘിപ്പിച്ചുകൊണ്ട് നിസ്കാരം നീട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതൊന്നും പൊതുജമാഅത്തിൻ്റെ ഇമാമിന് പറ്റൂല. ബാക്കിയുള്ള ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും മറ്റൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കിതാബിലേക്ക് കടക്കുന്നു. ആദ്യമായി ആ സുജൂദിൽ വെക്കേണ്ട രീതിയാണ്, സുജൂദിൽ പോകുമ്പോൾ നമ്മുടെ അവയവങ്ങൾ വെക്കേണ്ടുന്ന രീതിയാണ് പറയുന്നത്. 2 മുട്ടും ആദ്യം വെക്കണം. 7 അവയവങ്ങളാണ് സുജൂദിൽ വെക്കേണ്ടത്. അപ്പോൾ കാല് തറയിലുണ്ടല്ലോ ഏതായാലും. പിന്നെ 2 മുട്ട് ആദ്യം വെക്കണം, പിന്നെ 2 കൈയും വെക്കണം, പിന്നെയാണ് നെറ്റിയും മൂക്കും ഒന്നിച്ച് വെക്കേണ്ടത്. ഈ ഒരു തർത്തീബിനെതിരെ പ്രവർത്തിക്കുന്നത് കറാഹത്താണ്. ഇതാണ് കിതാബിൽ പറയുന്നത്. വളുഉ റുക്ബതൈഹി, 2 മുട്ടും വെക്കലാകുന്നു. അവൻ്റെ 2 മുട്ടും വെക്കുക. മുതഫർരിഖതൈനി, വിട്ടുപിരിക്കപ്പെട്ട നിലയിൽ ബിഖദ്രി ശിബ്രി, ഒരു ചാണിൻ്റെ ഖദർ അകത്തി വെക്കലാണ് സുന്നത്ത്. ഒരു ചാണ് അകലത്തിൽ മുട്ട് അടുപ്പിച്ച് വെക്കുകയല്ല വേണ്ടത്. മുട്ടായാലും പാദമായാലും ഒരു ചാണിൻ്റെ അളവിൽ അകത്തി വെക്കുകയാണ് സുന്നത്ത്.
സുമ്മ കഫൈഹി മക്ഷൂഫത്തൈനി, പിന്നെ അവൻ്റെ രണ്ട് മുൻകൈയും തുറന്ന് വെക്കണം, മടക്കി പിടിക്കുകയല്ല, തുറന്ന് വെക്കണം. ഹദബ മങ്കിബൈഹി, അവൻ്റെ ചുമലിന് നേരെ, എവിടെയൊക്കെയോ കൊണ്ടുപോയി വെക്കലല്ല, ചുമലിന് നേരെ കൈ വരുന്ന രൂപത്തിലാണ് വെക്കേണ്ടത്. നാഷിറൻ അസ്വാബി അഹു, അവൻ്റെ വിരലുകൾ പരത്തിയ നിലക്ക്, വിരലുകൾ പരത്തുക എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിച്ചിട്ടല്ല. അതുപോലെ തന്നെ മൽമൂമത്തല്ലിൽ ഖിബിലത്തി, ഖിബിലയിലേക്ക് കൂട്ടിപ്പിടിക്കുക. വിരലുകൾ പരത്തുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മടക്കി, കൈകൾ എന്തല്ല മടക്കി, വിരലുകൾ മടക്കിയിട്ടല്ല വെക്കേണ്ടത്, പരത്തിയിട്ടാണ് വെക്കേണ്ടത്. അതേസമയം പരത്തി വെക്കുമ്പം തന്നെ എന്തല്ല ഖിബിലയിലേക്കാണ് കൂട്ടിപ്പിടിക്കേണ്ടത്. മൽമൂമത്തല്ലിൽ ഖിബില, 5 വിരലും ഖിബിലക്ക് നേരെ വരുന്ന രീതിയിലാണ് അവൻ വെക്കേണ്ടത്. സുമ്മ ജബഹത്തിഹി വ അംഫിഹി, പിന്നെ അവൻ്റെ നെറ്റിയും മൂക്കും വെക്കണം, മഅൻ, ഒന്നിച്ച് വെക്കണം. അപ്പോൾ ഇതാണ് പിന്നെ സുജൂദിൽ പോകുന്ന രീതി, സുന്നത്തായ രീതി. ഇതിനെതിരെ പ്രവർത്തിക്കൽ കറാഹത്താണ്. ആദ്യം തന്നെ പോയിട്ട് കൈ കുത്തുന്നവരെ കാണാം, അത് കറാഹത്തായ രീതിയാണ്. ആദ്യം മുട്ടാണ് കുത്തേണ്ടത്. അധികം വിശദീകരിക്കുന്നില്ല, ആവശ്യം പോലെ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക. വ തഫ്രീഖു ഖദമൈഹി ബിശിബ്രിൻ മൻസൂബത്തൈനി, അതുപോലെ തന്നെ അവൻ്റെ പാദം കാല് അതും ഒരു ചാണ് അകലത്തിൽ നാട്ടി വെക്കുക, കാല് കുത്തി വെക്കണം. മുവജ്ജഹൻ അസ്വാബി അഹുമ, അല്ലെങ്കിൽ മുവജ്ജിഹൻ അസ്വാബി അഹുമ ലിൽ ഖിബിലത്തി, ആ 2 കാലിൻ്റെയും വിരലുകൾ കിബിലയിലേക്ക് മുന്നിട്ടതായ നിലയിൽ, കിബിലയിലേക്ക് മുന്നിടിച്ചവനായിട്ട്. അപ്പോൾ 2 കാലിൻ്റെ വിരലും അമർത്തി വെക്കണം. ആ വിരൽ കിബിലയിലേക്ക് മുന്നിടുന്ന രൂപത്തിൽ. ചില ആളുകൾ വിരൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തേ ഉള്ളൂ, വിരലുകളുടെ പള്ള കുത്തൂല. അത് നിസ്കാരം തന്നെ ബാത്തിലായി പോകാൻ, അല്ലെങ്കിൽ സുജൂദ് ശരിയാവാതിരിക്കാൻ അത് കാരണമാവും. അതിലൂടെ നിസ്കാരം ശരിയാവാതായി പോവും. അതുകൊണ്ട് വിരലുകളുടെ പള്ള വെക്കണം. ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാൽ മാത്രം പോരാ, പള്ള വെക്കണം. അപ്പോൾ പള്ള എങ്ങനെ കൂടുതൽ നല്ലവണ്ണം അമർത്തിയിട്ട് കിബിലക്ക് നേരെ വെക്കുന്നതാണ് സുന്നത്ത്. 5 വിരലും അങ്ങനെ തന്നെ, ചിലപ്പോൾ ചെറിയ വിരലൊന്നും മുട്ടിയില്ലാന്ന് വരും, എന്നാലും 5 വിരലും അങ്ങനെ പിന്നെ ഉറച്ച് വെക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ പിന്നെ ആ വിരലുകൾ കിബിലയിലേക്ക് നേരെ ആകുന്ന രീതിയിൽ. ഇബ്രാസുഹുമാ മിൻ ദൈലിഹി ഫി സുജൂദി, സുജൂദിൻ്റെ സമയത്ത് തുണിയിലൊന്നും വെക്കാതെ ആ തുണിയിൽ നിന്നും അതിനെ വെളിവാക്കി വെക്കുക. മുട്ട് ഏതായാലും മുട്ട് ഔറത്ത് ൻ്റെ ഭാഗമായതുകൊണ്ട് മുട്ട് മറയണം. ബാക്കിയുള്ള കൈയും കാലും എല്ലാം വെളിവാക്കി വെക്കുകയാണ് വേണ്ടത്, മറയില്ലാതെയാണ് വെക്കേണ്ടത്. നെറ്റി മറയില്ലാതെ വെക്കൽ നിർബന്ധമാണ്, നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. പിന്നെ വഅൻ യഖൂല ഫീഹി, സുജൂദിൽ ചൊല്ലലും സുന്നത്താണ്, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി സലാസ, 3 വട്ടം സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തുൽ അഅലയിലെ സബ്ബിഹിസ്മ ആദ്യത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജഅലുഹാ ഫീ സുജൂദിക്കും, അത് നിങ്ങൾ സുജൂദിൽ ചൊല്ലണം കേട്ടോ. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലണം 3 വട്ടം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 11 വട്ടം അധികരിപ്പിക്കുക. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ദിക്ർ, അപ്പോൾ അല്ലാഹുമ്മ ലക സജദതു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹി ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് തിലാവത്തിൻ്റെ സുജൂദിൽ മാത്രം ചൊല്ലാനുള്ളതല്ല, ഇത് എല്ലാ സുജൂദിലും എന്തുണ്ട്, സുന്നത്തായ ദിക്റാണ്. അപ്പം തസ്ബീഹിന് ശേഷം ഇത് ചെല്ലുക. 3 വട്ടമാണെങ്കിൽ 3 വട്ടം തസ്ബീഹിലിട്ട് ചെല്ലുക, അല്ലെങ്കിൽ 11 വട്ടം തസ്ബീഹിലിട്ട് ചെല്ലുക. അങ്ങനെ അധികരിപ്പിക്കൽ ജായിസ് ആയവർക്കാണ് പറയുന്നത്, അവർക്ക് ആ ദിക്റുകളൊക്കെ ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പോൾ മുജാഫാത്തു ദക്കരിൻ അദുദൈഹി അൻ ജംബൈഹി, അതിന് പറയുന്നത് പുരുഷന്മാർ പിന്നെ കൈ രണ്ടും ഈ സൈഡിനോട് അകത്തി വെക്കുകയാണ് വേണ്ടത്. അതേസമയം സ്ത്രീകൾ കൂട്ടിപ്പിടിച്ച് വെക്കുകയാണ് വേണ്ടത്. കൈ അവൻ്റെ സൈഡിലേക്ക് പിന്നെ ഈ ശരീരത്തിലേക്ക് അടുപ്പിച്ച് വെച്ചുകൊണ്ടാണ് സ്ത്രീ അതുപോലെ തന്നെ ഹുൻസയും സുജൂദ് ചെയ്യേണ്ടതെങ്കിൽ, പുരുഷൻ അത് കൈ അല്പം അകത്തി വെച്ചുകൊണ്ട് ആണ് സുജൂദ് ചെയ്യേണ്ടത്. അവൻ്റെ തോളം കൈ എന്താക്കുക, പുരുഷൻ അകത്തി വെക്കുക. മുജാഫാത്തു ദക്കറിൻ അലുദൈഹി അൻ ജംബൈഹി, 2 സൈഡിനെ തൊട്ട്. ബത്നഹു, അവൻ്റെ പള്ള അകറ്റി വെക്കുക. അൻ ഫഖദൈഹി, 2 തുടയത്തൊട്ട്. ഫീഹി, സുജൂദിലും വഫി റുക്കൂയിലും ഇപ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പുരുഷന്മാരങ്ങനെ കുറച്ച് എന്താക്കുക, നിവർന്ന് സുജൂദ് ചെയ്യുക, പള്ളയെ തൊട്ട് എന്താക്കണം, തൊടയിൽ നിന്നും പള്ള അകറ്റി വെക്കണം. അതേസമയം സ്ത്രീകൾ ഒന്ന് ഒതുങ്ങിയിട്ട് എന്താകുകയാണ്, പിന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത് വമ്മു ഗൈരിഹി,
മറ്റുള്ളവർ പുരുഷനല്ലാത്തവർ എന്ന് പറയുമ്പോൾ സ്ത്രീകളും പെട്ടു, മറ്റ് ഹിജടകളൊക്കെ പെട്ടു. അവരും എന്താണ് കൂട്ടിപ്പിടിച്ചിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. റബ്ബി ഹബിലി ഖൽബൻ തഖിയ്യം മിന ശിർക്ക് ബരീഅൻ ലാ കാഫിറൻ വലാ ഷഖിയ്യ. ഈ ദുആ നമ്മൾ റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലൊക്കെ ചൊല്ലിയതുപോലെ ഇത് ഇടയിലിരുത്തത്തിൽ ചൊല്ലേണ്ട ദുആ ആയിട്ട് കിതാബുകളിലൊക്കെ കാണാം. അപ്പോൾ അതറിയുന്നവർ അതും കൊണ്ടുവരിക. ഏതായാലും ഇഅ്തിദാലും ഇടയിലിരുത്തവും ഖസ്വറായ ഫർളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അധികം ദീർഘിപ്പിക്കാൻ പാടുള്ളതല്ല. അവിടെയുള്ള ഇരുത്തം ചെല്ലേണ്ടതൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടുതൽ അവിടെ ഇരിക്കാൻ പാടില്ല. ഏതായാലും അടുത്ത സുന്നത്ത് ജൽസത്തുൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തമാണ്. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഖിയാമിലേക്ക് പോകുമ്പോൾ അവിടെ 2 സുജൂദും കഴിഞ്ഞതിന് ശേഷം നൃത്തത്തിലേക്ക് പോകുമ്പോൾ അത്തഹിയാത്തിൻ്റെ ഇരുത്തം ഇല്ല എങ്കിൽ എന്താകുകയാണ്, നമ്മൾ 1-ാമത്തെ റക്അത്തിലും അതുപോലെ തന്നെ 4 റക്അത്തുള്ള നിസ്കാരത്തിലും 3-ാമത്തെ റക്അത്തിലും ഒക്കെ നമ്മൾ ഖിയാമിലേക്ക് പോകുന്ന നേരത്ത് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരു ഇരുന്നെണീക്കൽ സുന്നത്തുണ്ട്. ആ ഇരുത്തത്തിനാണ് ജൽസത്തുൽ ഇസ്തിറാഹ, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. ആ ഇരുത്തം സുന്നത്താണ്. ആ ഇരുത്തത്തിലും എന്താണ്, ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. വഫ്തിറാഷുൻ ഫീഹി വഫി തശഹുദിൻ അവൽ. ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലും അതുപോലെ തന്നെ 1-ാമത്തെ തഹിയാത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കുക. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തവും 1-ാമത്തെ തഹിയാത്തും അതുപോലെ തന്നെ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം നമ്മൾ നേരത്തെ പറഞ്ഞു. അതിലൊക്കെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഖിയാമിലേക്ക് പോകുമ്പോൾ പിന്നെ എഴുന്നേൽക്കുന്ന നേരത്ത് 2 കൈയും നിലത്ത് കുത്തിക്കൊണ്ടാണ് എന്താക്കേണ്ടത്, എഴുന്നേൽക്കേണ്ടത്. മുമ്പിലേക്ക് 2 കൈയും വെച്ചുകൊണ്ട് എഴുന്നേൽക്കുക. അങ്ങനെയാണ് സുന്നത്ത്. അതാണ് ശേഷം പറയുന്നത് വഅ്തിമാദുൻ അലൽ അർദി, ഭൂമിയിൽ ഭാരം കൊടുക്കുക, ഭൂമിയിലേക്ക് ചാരണം കൊള്ളുക. ബി ബത്നി കഫൈഹി, അവൻ്റെ 2 മുൻകൈയിൻ്റെ പള്ള കൊണ്ട്. ഇന്ദ നുഹൂദിഹി മിൻ സുജൂദിൻ വ ഖുഊദിൻ, സുജൂദിൽ നിന്നും ഇരുത്തത്തിൽ നിന്നുമൊക്കെ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ ഖിയാമിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ സുജൂദിൽ നിന്ന് വരുന്നതായിരിക്കാം, ചിലപ്പോൾ പിന്നെ തഹിയാത്തിൻ്റെ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതായിരിക്കാം. ആ എഴുന്നേൽക്കുന്ന നേരത്ത് 2 കൈയും മുമ്പിൽ കുത്തിയിട്ട് എന്താക്കുക, താഴ്മ കാണിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. മസിൽ പിടിച്ചിട്ട് ആ ഇരുത്തത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അങ്ങനെ എഴുന്നേൽക്കലല്ല, ഒന്ന് മുന്നോട്ടാഞ്ഞ് കൈ കുത്തിക്കൊണ്ട് എഴുന്നേൽക്കുക. അതാണ് സുന്നത്ത്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.